ഹലോ ഫ്രണ്ട്സ്, കുഞ്ഞിക്കണ്ണൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ആൾ അഡ്മിറ്റ് ആവുന്നത്. ആൾക്ക് വേറെ ഒന്നുമല്ല, യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ബ്ലഡ് കണ്ടു. രാത്രിയായിരുന്നു, നമ്മളപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടി ഡോക്ടറായിരുന്നു. ഡോക്ടർ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ യൂറിനറി ഇൻഫെക്ഷനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അതാണ് ബ്ലഡിൻ്റെ അംശം കണ്ടത്. പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, കാരണം 5 days ആൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കണം. ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഡ്മിഷൻ എടുത്തു. പക്ഷെ നമുക്ക് റൂം കിട്ടിയില്ല, റൂമൊക്കെ ഫില്ലായിരുന്നു. പിന്നെ ഇത് വാർഡാണ്. ഇത് 3 days കഴിഞ്ഞപ്പോൾ വീഡിയോസാണ് കേട്ടോ. ആളാണെങ്കിൽ അപ്പുറത്തെ ബെഡിലൊക്കെ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അവരായിട്ട് 3 days കഴിഞ്ഞപ്പോഴാണ് കമ്പനി ആയത്. പിന്നെ ആൾക്ക് ഒരു 3 ദിവസമൊക്കെ ആയപ്പോഴേക്കും കൈക്ക് നല്ല വേദന വന്നു. പിന്നെ ആൾ തന്നെ സിസ്റ്ററിനോട് പറഞ്ഞു ഒന്ന് മാറ്റി കുത്താനായിട്ട്. പിന്നെ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ട്രിപ്പ് ഇടുന്ന സമയത്ത് മാത്രം ഇങ്ങനെ വന്ന് കിടക്കും, ബാക്കിയെല്ലാ ടൈമിലും കളിയാണ്. പിന്നെ അപ്പോൾ ചേട്ടൻ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് ഒരു ലൂഡോ ബോർഡ് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അപ്പുറത്തെ റൂമിൽ ചേച്ചിയായിട്ട് നല്ല കളിയാണ് കേട്ടോ ആൾ. അപ്പോൾ ഫുൾ ടൈം ഇരുന്ന് കളിച്ചോളൂ, ലോഡ് നടക്കില്ലല്ലോ. പിന്നെ പൊതുവേ കുട്ടികൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ഈ മഴക്കാലത്ത് വെള്ളം കൂടി കുറവായിരിക്കും, അതുകൊണ്ട് വന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കുട്ടികളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം കണ്ണനാണെങ്കിൽ പോലും ഇപ്പോൾ രാവിലെ ആണെങ്കിലും യൂറിൻ പാസ് ചെയ്യുമ്പോൾ അങ്ങനെ കളർ വ്യത്യാസമൊന്നും കണ്ടിട്ടില്ല. പിന്നെ വൈകിട്ടാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആളാണെങ്കിൽ വേദന കാര്യങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ഒരു തവണ സ്കൂളിൽ നിന്ന് വയറുവേദനയാണെന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് യൂറിനറി ഇൻഫെക്ഷനുള്ള വയറുവേദനയാണെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ആൾക്ക് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ആൾക്ക് വേറെ വേദന കാര്യങ്ങളൊന്നും പറയുന്നുണ്ടായില്ല. അതുകൊണ്ട് നമ്മളത്ര ശ്രദ്ധിച്ചില്ല. രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് പോയി എന്തെങ്കിലും ഗ്യാസ് കയറി അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.